Manera's ബോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു സ്ക്വിഡ് കൊണ്ടുള്ള ഒരു അടിപൊളി ഡിഷ് ഉണ്ടാക്കാം. ഇതിന് മുമ്പിലും നമുക്ക് കണവ കൊണ്ട്, അതായത് വലിയ തോണ്ടി കണവ കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. കണവ റോസ്റ്റ്, വറുത്തരച്ചത്, അങ്ങനെയൊക്കെ ഡിഷസ് ഉണ്ടായിരുന്നു. നിങ്ങൾ കാണാത്തവർ കാണുക. ഈ കണവ കൊണ്ടും, ഇത് ഓലക്കണവ എന്ന് പറയാം, അറിയാമല്ലേ, ഇതുകൊണ്ടും ആ സെയിം രീതിയിൽ ഉണ്ടാക്കാം. അതുപോലെ ആ വലിയ കണവ കിട്ടിയാലും ഈ സെയിം രീതിയിൽ ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കുന്നത് സ്ക്വിഡ് റോസ്റ്റ് പോലെ തന്നെ ഇത് വേറെ ഒരു മോഡലിലാണ് കാണിക്കുന്നത്. എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാനുള്ള ഒരു മെത്തേഡിലാണ് ഞാൻ കാണിക്കുന്നത്. അതായത് കുക്കറിൽ വെച്ച് തന്നെ ഉണ്ടാക്കി കാണിക്കാം. പക്ഷേ ഫാസ്റ്റായിട്ട് ഇതാകും. നിങ്ങൾക്കപ്പം ഇതിനെ സ്ക്വിഡ് മസാല എന്നോ സ്ക്വിഡ് റോസ്റ്റ് എന്നോ എങ്ങനെ വേണമെങ്കിലും പറയാം. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇതെല്ലാം വലിപ്പമല്ല, മിക്സിങ് ആയിട്ടുണ്ട്. ഒരു 7 കണവ ഉണ്ട്. എനിക്ക് 1 kg അടുപ്പിച്ചുണ്ട് ഇതിൻ്റെ വെയിറ്റ്. അപ്പോൾ ഇത് നമുക്ക് ക്ലീൻ ചെയ്യണം. ഈ സ്കിന്നൊക്കെ എടുത്ത് മാറ്റി നമുക്ക് ഒന്ന് ഇതിൻ്റെ അകത്തൊരു മഷി പോലെ ഉണ്ടാകും, അഴുക്ക്. അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുത്ത് ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. ഒരു വീഡിയോ ഞാൻ ചെയ്യാം നിങ്ങൾക്ക് ഇത് കണവ എങ്ങനെ ക്ലീൻ ചെയ്യണമെന്നുള്ളത്. ഇപ്പം ഞാൻ ഇത് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഇത് ക്ലീൻ ചെയ്ത് നിങ്ങൾക്ക് കാണിക്കാം. അപ്പോൾ നമ്മുടെ കണവ ഞാൻ ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ നല്ല ചെറിയ പീസല്ല, അതായത് ഇത് കുക്കായി വരുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് ചുരുങ്ങിപ്പോവും. അത് നിങ്ങൾ ഷ്രിങ്ക് ആകണതുകൊണ്ട് നമുക്ക് ഏകദേശം ഇത് കുറച്ച് വലിപ്പത്തിൽ നിങ്ങൾ കട്ട് ചെയ്യുകയാണെങ്കിൽ ഇത് ചെറുതാകുമ്പോൾ അത് കറക്റ്റ് ആയിരിക്കും. അല്ലെങ്കിൽ നല്ല ചെറുതായിട്ട് ഇപ്പോഴേ കട്ട് ചെയ്യുകയാണെങ്കിൽ അത് നല്ല അളവ് കുറച്ചാകുമ്പോൾ നമുക്ക് പിന്നെ മസാല മാത്രമേ ഉണ്ടാവുള്ളൂ, കടവ കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു ശകലം ചെറിയ വലിപ്പം ഉള്ളതായിട്ട് കട്ട് ചെയ്യുക. അതുപോലെ ഈ അവസാനത്തെ കഷ്ണം, ആ ബാക്കിൽ വരുന്ന കഷ്ണം കുറച്ച് നിങ്ങൾ ഒന്ന് കത്തിരി വെച്ച് ഒന്ന് കട്ട് ചെയ്ത് അവിടെ ഒന്ന് പ്രത്യേകമായിട്ട് ക്ലീൻ ചെയ്യണം. അതായത് ഇവിടെ നിങ്ങൾ ഈ കോർണറിൽ കട്ട് ചെയ്യാതിരുന്നാൽ അവിടെയാണ് ഈ മണ്ണും പൊടിയും എല്ലാം കൂടുതലിരിക്കുന്നത്, ആ ബോട്ടത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ എപ്പോഴും കുറച്ച് ഇങ്ങനെ ഒരു സ്ലിറ്റ് ഇട്ടിട്ട് നല്ലപോലെ കൈ വെച്ച് ഒന്ന് വാഷ് ചെയ്താൽ തന്നെ നല്ല ക്ലീനാകും. അപ്പോൾ ഞാൻ ഇത് ക്ലീൻ ചെയ്തിട്ട് ഇപ്പോൾ നോക്കിയപ്പോൾ ഒരു 3/4 കിലോ എനിക്കുണ്ട് കറക്റ്റായിട്ട് എല്ലാം പോയിട്ട്. നമുക്കിനി ഇതെങ്ങനെയാണ് കുക്കറിൽ വെച്ചാണ് എളുപ്പത്തിൽ എങ്ങനെ കുക്ക് ചെയ്യാമെന്ന് നോക്കാം. ഞാൻ ഇപ്പോൾ ഒരു ചെറിയ കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉള്ളിയും ടൊമാറ്റോയൊക്കെ ഇടണം. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ഇപ്പോൾ ഒരു മീഡിയം സൈസ് ഓണിയൻ കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതാണ് ബെസ്റ്റ്. ഒരു 20 ചെറിയ ഉള്ളി എടുക്കുക. അടുത്ത് ഒരു മീഡിയം സൈസ് ടൊമാറ്റോ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഒരു കഷ്ണം ഇഞ്ചി, 1 ടേബിൾ സ്പൂൺ വരും. പിന്നെ കുറച്ച് ഒരു 8 പച്ചമുളക് കീറി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊരു 8 വലിയ അല്ലി വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. ചെറിയ അല്ലിയെങ്കിൽ കുറച്ചെടുക്കുക. നമുക്ക് ചെറിയ വെളുത്തുള്ളി, ആ ചെറിയ ഇനമാണ്, നാട്ടിൽ കിട്ടുന്ന ചെറിയ ഇനമാണെങ്കിൽ കുറച്ചെടുക്കുക. അതല്പം കാരം കൂടുതലായിരിക്കും, ഇത്രയ്ക്കും എടുക്കണ്ട. ഏകദേശം പറയാൻ പോയാൽ 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും, അതാണ് അളവ്. പിന്നെ കുറച്ച് കറിവേപ്പില. ഇത്രയും നമുക്ക് ആദ്യം തന്നെ എല്ലാം കുക്കറിലാക്കാം. കുറച്ച് ഉപ്പിടാം, കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം, 1 ടീസ്പൂൺ ചില്ലി പൗഡർ ഇടുന്നുണ്ട്, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇടുന്നുണ്ട്. മല്ലിപ്പൊടി ഒരുപാട് ഇടണ്ട, 1/2 ടീസ്പൂൺ മതിയാകും. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇടുന്നുണ്ട്. ഇതെല്ലാം ഒന്ന് കൈകൊണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. നമുക്ക് ശരിയായില്ലെങ്കിൽ പിന്നെ നമുക്ക് ഇനിയും എഗൈൻ വറ്റിച്ചെടുക്കുമ്പോൾ നമുക്കിടാം. നല്ലപോലെ ഇത് ഞെരടി ഒന്ന് കൊടുക്കാം. ഇത് വളരെ എളുപ്പമാണ്. ഇതിന് മുമ്പിൽ ഉണ്ടാക്കിയത് നമുക്ക് കുക്ക് ചെയ്തിട്ട് അടുത്ത് ഓണിയനൊക്കെ ഫ്രൈ ചെയ്തിട്ടിട്ടാണ് അല്പം വറ്റിച്ചെടുത്തത്. ഇത് നമുക്ക് ഇങ്ങനെ തന്നെ എല്ലാം ചേർത്തിട്ട് എടുക്കുകയാണ്. ഇത് എളുപ്പത്തിൽ തന്നെ ആകും. ഇനി ഇതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കണം കണവ ആഡ് ചെയ്യാം. ഇനി ഒന്നുകൂടെ എല്ലാം ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പം എല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട് നല്ലപോലെ. ഇനി നമുക്കിതിൽ കണവായിൽ നിന്ന് വെള്ളം വരും. വെള്ളത്തിൻ്റെ ആവശ്യമില്ല, എന്നാലും കുറച്ചൊന്ന് കൈ വാഷ് ചെയ്ത് ഞാൻ ഒഴിക്കുന്നുണ്ട്. ഒരു 1/4 കപ്പില്ല, ഒന്ന് ചെറുതായിട്ട് തളിച്ചു കൊടുത്താൽ മതിയാകും. നിങ്ങളങ്ങനെ വറ്റി പോകുമെന്നുള്ള ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ വേണ്ട. ഇപ്പം ഞാൻ ചെറിയ കുക്കറിലാണ് വയ്ക്കുന്നത്. അതുകൊണ്ട് എനിക്ക് എളുപ്പം വിസിൽ വരാൻ തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു 4 വിസിലാണ് വയ്ക്കുന്നത്. നിങ്ങൾ ഒരു വലിയ കുക്കറിലാണ് കുക്ക് ചെയ്യണമെങ്കിൽ ഒരു 2-3 വിസിലിൽ തന്നെ ശരിയായിക്കോളും. എന്തായാലും ഓവറായിട്ട് കുക്ക് ചെയ്യേണ്ട, ഒന്ന് കറക്റ്റായിട്ട് നമുക്ക് കുക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ ഇപ്പോൾ ചെറിയ കുക്കറായതുകൊണ്ടും എളുപ്പത്തിൽ ഫാസ്റ്റായിട്ട് എനിക്ക് വിസിൽ വരും. അതുകൊണ്ട് മാത്രമാണ് 4 വിസിൽ വയ്ക്കണത്. പക്ഷേ ഇത് ഒരു 1/2 hour ഒന്ന് സെറ്റ് ചെയ്യാൻ വെച്ചിട്ട് വേണം നിങ്ങൾ കുക്ക് ചെയ്യാൻ തുടങ്ങേണ്ടത്. ഒരു മിനിമം 1/2 hour എങ്കിലും, അപ്പോൾ തന്നെ നല്ല പിടിച്ചിരിക്കും എല്ലാം. ഞാൻ ഇതിലേക്ക് കുറച്ച് തേങ്ങ കൊത്ത് ഇടുകയാണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതിയാകും. അപ്പോൾ ഞാനിപ്പോൾ അടച്ചു വെച്ചിട്ട് ഇപ്പോൾ കത്തിക്കണില്ല. ഒരു 1/2 hour സമയമില്ലാത്തതുകൊണ്ടാണ് 1/2 hour കഴിഞ്ഞിട്ട് ഞാൻ കുക്ക് ചെയ്യാൻ പോണത്. നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ ഒരു 1 hour എങ്കിലും വയ്ക്കുക, അപ്പോൾ തന്നെ നല്ല സെറ്റായിരിക്കും. അപ്പോൾ ഞാൻ നമ്മുടെ കണവ ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നല്ല കുക്കായിട്ടുണ്ട്. നിങ്ങൾ കണ്ടറിയാം, നല്ല സോഫ്റ്റാണ്. നല്ല കൂടുതൽ കുക്ക് ചെയ്യേണ്ട, അതുപോലെ കുക്ക് ചെയ്യാതെ ഇരിക്കണമെങ്കിൽ നോക്കിയാൽ അറിയാം. കൈകൊണ്ട് ഇങ്ങനെ ഞെക്കി നോക്കി അത് ഇളകി വരും. ഇതാണ് അതിൻ്റെ കറക്റ്റായിട്ട് പായിട്ടുണ്ട്.
അപ്പം നമുക്ക് ശകലം വെള്ളം ഒഴിച്ചിട്ടേ ഉള്ളൂ, പക്ഷേ ഇതിൽ കുറച്ച് വെള്ളം വന്നിട്ടുണ്ട്. ഇത് നമുക്ക് നല്ലപോലെ വറ്റിച്ചെടുക്കണം, വറ്റിച്ചൊന്ന് റോസ്റ്റാക്കി എടുക്കാം. അപ്പോൾ ഇത് നിങ്ങൾ ഒരുപാട് കുക്ക് ചെയ്യുകയാണെങ്കിലും അതിൻ്റെ ടേസ്റ്റ് പോകും, അതുപോലെ കുക്ക് ചെയ്യാതിരുന്നാലും അത് ഹാർഡായിരിക്കും. അപ്പോൾ നോക്കിയിട്ട് നിങ്ങൾക്ക് കുക്ക് ആയില്ലെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ സമയം നിങ്ങൾ വയ്ക്കാം. പിന്നെ ഇത് നമുക്ക് എങ്ങനെ കുക്ക് ചെയ്യാൻ നോക്കാം. ഇനി കുക്ക് ചെയ്യാനായിട്ട് ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിൽ ഞാൻ ഇപ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ. അതിലേക്ക് ഒരു മീഡിയം സൈസ് ഓണിയൻ ഇടുന്നുണ്ട്. ഇതൊന്ന് കളർ ചേഞ്ച് ആകുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്യാം. വലുതായിട്ട് കളർ ചേഞ്ച് ആകേണ്ട ആവശ്യമില്ല, ലൈറ്റായിട്ടൊന്ന് ചേഞ്ച് ആയാൽ മതിയാകും. ഞാൻ ഇപ്പോൾ ഓണിയനിൽ ഉപ്പിട്ടിട്ടില്ല, അതായത് നമുക്ക് കണവ കുക്ക് ചെയ്യുമ്പോൾ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു, പിന്നീട് നോക്കിയിടാം. എന്ന് പറഞ്ഞാൽ ഇതിലൊക്കെ ശകലം ഉപ്പിട്ടാൽ അത് അല്പം കൂടുതലായിട്ട് തോന്നും, അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിടുക. കൂടുതൽ ഉപ്പിട്ടാൽ നമുക്ക് അത് കുറയ്ക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ബിഗിനിങ്ങിൽ തന്നെ കുറച്ച് ഉപ്പിടുക, പിന്നെ നോക്കി ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇടാം. ഇപ്പോൾ ഇത് ഒരുവിധം ഫ്രൈ ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി കണവ ആഡ് ചെയ്യാം. ഇപ്പോൾ ഏകദേശം ഒന്ന് വറ്റാൻ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിൽ എടുക്കാം, പക്ഷെ ഞാൻ കുറച്ചുകൂടെ ഒന്ന് ഡ്രൈ ആക്കിയാണ് എടുക്കാൻ പോകുന്നത്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ഇടാം. നിങ്ങൾക്ക് എങ്ങനെ ആവശ്യമോ അതുപോലെ ഇടാം. ഞാൻ ഇപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഇടാൻ പോവാണ്. 1/4 ടീസ്പൂൺ ഗരം മസാല പൊടി ഇട്ടിട്ടുണ്ട്. എല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്യാം. നിങ്ങളിപ്പോൾ ഉപ്പ് നോക്കുക, പുളി കുറവാണെന്ന്, അതായത് ടൊമാറ്റോയുടെ പുളിയാണ്. നിങ്ങൾക്ക് കൂടുതൽ വേണമെന്ന് തോന്നുകയാണെങ്കിൽ ഒരു ശകലം വിനീഗർ ഒഴിച്ചാലും മതിയാകും, പക്ഷേ എനിക്കിത് കറക്റ്റാണ്. ഞാൻ ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇതിൽ കുറച്ച് ഫ്രഷ് കറിവേപ്പില വിതറി എടുക്കാം നമുക്ക്. എനിക്ക് ഇത് കുറച്ചുകൂടെ നിങ്ങൾക്ക് ഡ്രൈ ആക്കണമെങ്കിൽ ഡ്രൈ ആക്കി എടുക്കാം. ഞാൻ ഇങ്ങനെയാണ് എടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റിയായ സ്ക്വിഡ് മസാല കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് വളരെ എളുപ്പമാണ്, അതായത് നമുക്ക് കുക്കറിൽ വെച്ച് ഉണ്ടാക്കുന്നതുകൊണ്ട് ഒരു 15-20 മിനിറ്റ്സിൽ തന്നെ നിങ്ങൾക്ക് കുക്കായി കിട്ടും. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. അതുപോലെ ഇതിന് മുമ്പിൽ നമുക്ക് കുറേ ഈ കണവ റെസിപ്പീസ് ഇട്ടിട്ടുണ്ടായിരുന്നു, കാണാത്തവർ കാണുക. അത് മാത്രമല്ല, നിങ്ങളിത് കുറച്ചുകൂടെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കണമെങ്കിൽ ഡ്രൈ ആക്കി എടുക്കാം. ഞാൻ ഇപ്പോൾ ഒരു ചെറിയ ഒരു മസാലയോട് കൂടെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾ മാറ്റങ്ങൾ വരുത്താം. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.